എനിക്ക് ഈ കഴിഞ്ഞ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് ഗ്രേഡ് 3 എക്സാമിന് ഫസ്റ്റ് റാങ്ക് ആയിരുന്നു. ऐसे कैसे वैसे जैसे जैसे मैं पढ़ूं मेरे दिल में जो मेरी आंखें भी पढ़े तेरी. ഫസ്റ്റ് റാങ്ക് കിട്ടുമെന്ന് ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത എക്സാം ആയിരുന്നു ഇത്. കാരണം ഈ എക്സാമിനാകെ 2 വേക്കൻസിയാണ് ഉണ്ടായിരുന്നത്. ഇവിടുത്തെ എല്ലാ ഫാക്കൽറ്റീസും അവരുടെ ക്ലാസ്സും ഒന്നിനൊന്നിനും മെച്ചമായിരുന്നു. വളരെ നന്നായിട്ടായിരുന്നു ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരു ഡൗട്ട് എന്തുകൊണ്ട് അങ്ങനെ വന്നു, ആ വാല്യൂ എന്തുകൊണ്ട് അങ്ങനെയായി എന്ന് നമ്മൾ മനസ്സിൽ ചിന്തിച്ച് തീരുന്നതിന് മുന്നേ സാർ അതിൻ്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ പറഞ്ഞിട്ടുണ്ടാവും. എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വേണമെന്ന് ആഗ്രഹിച്ച് കൺസിസ്റ്റൻ്റായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ടെക്നിക്കൽ എക്സാംസ് ക്ലിയർ ചെയ്യാൻ പറ്റാവുന്നതേ ഉള്ളൂ. ഹായ്, എൻ്റെ പേര് ഹരിത. ഞാൻ PSS കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കാതകുളത്താണ് പഠിച്ചത്. 2024 ഡിപ്ലോമ പാസ് ഔട്ടാണ്. എനിക്ക് ഈ കഴിഞ്ഞ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് ഗ്രേഡ് 3 എക്സാമിന് ഫസ്റ്റ് റാങ്ക് ആയിരുന്നു. 2025 ജാനുവരിയിലാണ് ഞാൻ സിവിലിയൻസിൻ്റെ കോഴ്സ് പർച്ചേസ് ചെയ്യുന്നത്. ഓൺലൈൻ ക്ലാസ് ആയിരുന്നു എടുത്തിരുന്നത്. ക്ലാസ് കാണും, നോട്ട് എഴുതിയെടുക്കും, അത് വായിച്ച് പഠിക്കും. അങ്ങനെയായിരുന്നു ഞാൻ പഠിച്ചു വന്നത്. ഇവിടുത്തെ എല്ലാ ഫാക്കൽറ്റീസും അവരുടെ ക്ലാസ്സും ഒന്നിനൊന്നിനും മെച്ചമായിരുന്നു. എനിക്കതിൽ പ്രത്യേകിച്ച് എടുത്തു പറയാനാണെങ്കിൽ RCC പഠിപ്പിക്കുന്ന നിതിൻ സാറിൻ്റെ ക്ലാസ് വളരെ നന്നായിട്ടുണ്ടായിരുന്നു. കാരണം RCC മിക്ക കുട്ടികൾക്കും കുറച്ച് ടഫ് സബ്ജക്റ്റ് ആണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. കാരണം നിതിൻ സാറിൻ്റെ ക്ലാസ് തന്നെയായിരുന്നു അതിന് കാരണം. സാർ വളരെ നന്നായിട്ടായിരുന്നു ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരു ഡൗട്ട് എന്തുകൊണ്ട് അങ്ങനെ വന്നു, ആ വാല്യൂ എന്തുകൊണ്ട് അങ്ങനെയായി എന്ന് നമ്മൾ മനസ്സിൽ ചിന്തിച്ച് തീരുന്നതിന് മുന്നേ സാർ അതിൻ്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയാണ് സാറിൻ്റെ ഫുൾ ക്ലാസ് സാർ എടുത്തിട്ടുള്ളത്. ക്ലാസ്സിന് പുറമെ സിവിൽ ആപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്ന മോക്ക് ടെസ്റ്റും അസസ്മെൻറ്റ് സീരീസും എല്ലാം ഞാൻ വർക്കൗട്ട് ചെയ്തു. പിന്നെ എൻ്റെ ഭാഗത്തു നിന്ന് ഞാൻ PYQs OMR തന്നെ ബബിൾ ചെയ്ത് പഠിച്ചു. ഡെയിലി 2 ക്വസ്റ്റ്യൻ പേപ്പർ വീതം ചെയ്യുമായിരുന്നു. പിന്നെ അതിൻ്റെ മാർക്ക് നോക്കിയിട്ട് അതിലെനിക്ക് കിട്ടാത്ത ക്വസ്റ്റ്യൻസ് വേറെ ഒരു ബുക്കിലേക്ക് മാറ്റി എഴുതി എക്സാമിൻ്റെ 2-3 ദിവസം മുന്നേ അതൊക്കെ ഒന്ന് വായിച്ചിട്ട് പോകുമായിരുന്നു. അങ്ങനെ കിട്ടാവുന്ന എല്ലാ സോഴ്സിൽ നിന്നും ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തിരുന്നു. ഫസ്റ്റ് റാങ്ക് കിട്ടുമെന്ന് ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത എക്സാം ആയിരുന്നു ഇത്. കാരണം ഈ എക്സാമിനാകെ 2 വേക്കൻസിയാണ് ഉണ്ടായിരുന്നത്. പിന്നെ അത് മാത്രമല്ല, മെയിൻ റീസൺ എക്സാം ടൈമിൽ A പാർട്ടും B പാർട്ടും തമ്മിൽ സെപ്പറേറ്റ് ചെയ്തപ്പോൾ എനിക്ക് A പാർട്ടിൽ ഒരല്പം ബാർകോഡ് കയറി B പാർട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ എക്സാമിൻ്റെ OMR എനിക്ക് പേപ്പർ ഇൻവാലിഡ് ആകുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ആ എക്സാമിനാണ് എനിക്ക് ഫസ്റ്റ് റാങ്ക് തന്നെ കിട്ടിയത്. എനിക്ക് ഒട്ടും കിട്ടില്ല എന്ന് കരുതിയ എക്സാം ആയിരുന്നു ഇത്. അതുകൊണ്ട് ഈ റിസൾട്ട് എനിക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. ഒരു ചെറിയ പോർഷൻ മാത്രമേ കയറിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടായിരിക്കും മേ ബി ഇൻവാലിഡ് ആവാത്തത്. പക്ഷേ നിങ്ങൾ OMR ബബിൾ ചെയ്യുമ്പോഴായാലും OMR സ്പ്ലിറ്റ് ചെയ്യുമ്പോഴായാലും കെയർഫുള്ളായിട്ട് തന്നെ ചെയ്യുക. കറൻ്റ്ലി ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ ട്രേഡ്സ്മാൻ പോസ്റ്റിലേക്ക് അഡ്വൈസ് ആയിട്ടുണ്ട്. പിന്നെ എഴുതിയ എല്ലാ എക്സാമിനും മെയിൻ ലിസ്റ്റ് തന്നെ വരാൻ സാധിച്ചിട്ടുമുണ്ട്. എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വേണമെന്ന് ആഗ്രഹിച്ച് കൺസിസ്റ്റൻ്റായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ടെക്നിക്കൽ എക്സാംസ് ക്ലിയർ ചെയ്യാൻ പറ്റാവുന്നതേ ഉള്ളൂ. Start your preparations for engineering competitive exams from top educators. Learn from the best.